ഹലോ, അങ്ങനെ 2026 ഓഗസ്റ്റ് ആയില്ലേ, നമ്മുടെ ഓണക്കാലമൊക്കെ ഇങ്ങ് എത്തി, അത്തം തുടങ്ങി. ഇപ്പം എല്ലാവരും വീട്ടിൽ അത്തം ഇടുന്ന തിരക്കിലാവും അല്ലേ. അപ്പോൾ ഇന്ന് ചോദ്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്ര നല്ല സമാധാനത്തോടെ ഓണം ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ അത്തം ഇടുന്നത്. കാരണം ഇത് സ്വന്തം വീടൊക്കെ തന്നെയാണെങ്കിലും എൻ്റെ വീടാണെങ്കിലും നമ്മുടെ ഫാമിലിയിൽ ഒരു നാർസിസ്റ്റിക് മെമ്പർ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എസ്പെഷ്യലി നമ്മുടെ ഹാപ്പി ഡേയ്സ് ആൻഡ് ഫെസ്റ്റിവൽസ് കൊളാക്കി കൈ തരും. അതായത് അവർ നമ്മളെ ഇല്ലാത്ത ആങ്സൈറ്റിക്കും സ്ട്രെസ്സിനും ഒക്കെ നമ്മളെ സബ്ജക്റ്റ് എന്താ പറയുക, നമ്മൾ അതിനൊക്കെ അങ്ങനെ സ്ട്രെസ്സും കാര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ ആ ദിവസം നമ്മൾ കടന്നു പോവുക. അത് നമ്മുടെ തെറ്റൊന്നും ഉണ്ടാവില്ല, ഒക്കെ അവരുണ്ടാക്കുന്നതായിരിക്കും. നമ്മുടെ ലൈഫിൽ ഒരു നല്ല മെമ്മറീസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം എൻ്റെ ഫാമിലിയിലെ നാർസിസ്റ്റ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് 30 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ഹാപ്പി ആയിട്ട് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ നമുക്കിഷ്ടമുള്ള പോലെ അത്തം ഇടുന്നതും എന്താ പറയുക ഓണം ആഘോഷിക്കാൻ പോകുന്നതൊക്കെ. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു, ഇതിങ്ങനെ നടക്കണമെന്നുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ദ പ്രോസസ്സാണ്. പക്ഷേ നല്ലൊരു സമാധാനമുണ്ട്. ഇപ്പം നാർസിസ്റ്റിനെ നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ വി വിൽ ബി വെരി 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 ഹാപ്പി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ നാർസിസ്റ്റിക് അബ്യൂസിൽ നമ്മൾ മിക്കവാറും പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, നമ്മുടെ മിസ്റ്റേക്സ് കൊണ്ടും അവർ നമ്മൾ അബ്യൂസ് ചെയ്യും. അതായത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളങ്ങോട്ട് വിശ്വസിച്ച് അതിനെ അങ്ങോട്ട് പോകുന്നതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾ. നമുക്ക് അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പുറത്ത് വരികയാണെങ്കിൽ ഇവർക്ക് നമ്മളെ പിന്നെ അബ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ സെൽഫ് റിയലൈസേഷനാണ് ഏറ്റവും വലിയ സംഭവം. നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് വന്നാലും നേടിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അത്തം. വലിയ രസമൊന്നുമില്ല, എന്നാലും ഇതിലും ഗംഭീരമായിട്ട് നമ്മൾ വീണ്ടും ഇടും. അപ്പോൾ ശരി, ഓക്കെ, പിന്നെ കാണാം കേട്ടോ.